നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പീസുനിൽ വീണ്ടും ഒരു സോഷ്യൽ മീഡിയ ലൈവിലേക്ക്. ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ മറ്റൊരു സ്ഥലത്തെയുമല്ല, നമ്മുടെ പ്രദേശത്തെ കാവനാട്ട് സ്ഥിതി ചെയ്യുന്ന 4-ാം ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലം കോർപ്പറേഷൻ 4-ാം ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന മത്സ്യച്ചന്തയുടെ ശോചനീയ അവസ്ഥയാണ് ഈ കാണുന്ന വീഡിയോ. വളരെ പരിതാപകരം തന്നെ, വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്ന ഈ ചന്തയ്ക്കകത്ത് മീൻ മേടിക്കാൻ വരുന്ന സാഹചര്യം. ഒരുപാട് ആൾക്കാർ ഈ ഇരുമ്പ് ഗ്രില്ലിനകത്തൊക്കെ വീണ് പ്രായം ചെന്ന അമ്മമാരൊക്കെ കാലും കൈയും മുറിഞ്ഞ് വലിയ അപകടത്തിലേക്ക് മാറിയിരിക്കുന്ന, നിരവധി തവണ ഇവിടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു പോയ കൊല്ലം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറോട് പരാതിപ്പെടുകയും അതുപോലെ തന്നെ കോർപ്പറേഷൻ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്ത്, അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നല്ല നാട്ടുകാർ, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, പല ആൾക്കാരും ചെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്ന് അടിയന്തരമായിട്ടൊരു മെയിൻ്റനൻസ് പണി ഉണ്ടാക്കണം, ഇതിന് ശാശ്വത പരിഹാരം കാണണം. ഈ ചന്തയ്ക്കകത്ത് വരുന്നവർ പല രീതിയിലും വീഴുകയാണ്, പലരും മീൻ മേടിക്കാതെ തിരിച്ചു പോകുന്നു, അപകടം പറ്റി എന്നൊക്കെ അവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇവിടെ നിന്ന് വിജയിച്ചു പോയ ഡിവിഷൻ കൗൺസിലിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ പലതവണ ഈ 4-ാം ഡിവിഷനിൽ വിജയിച്ചു പോയ ഡെപ്യൂട്ടി മേയറും കൂടിയായ ശ്രീ മധു അവരുടെ ശ്രദ്ധയിൽ നിരവധി തവണ നമ്മൾ ഇത് പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ നാളിതുവരെ ഇതിനു വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ചോദിക്കപ്പോഴൊക്കെ പറയും, ഇതിന് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഇത് ഉടനെ പൊളിക്കും. സംഭവം പൊളിച്ചോട്ടെ, പൊളിച്ചോട്ട്. നിലവിൽ ഇവിടെ തറവാടക മേടിക്കുന്നുണ്ട് കോർപ്പറേഷൻ, കൃത്യമായി തറവാടക ഈ മത്സ്യത്തൊഴിലാളികളെ ഇന്നൊക്കെ പിരിച്ചു മേടിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഒരു മമത അവരോട് കാണീര്, ഈ നാട്ടിലെ സാധാരണക്കാരോട് കാണീര്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ്റെ അധികാരികൾ, കൊല്ലം കോർപ്പറേഷൻ്റെ മേയർ, ഡെപ്യൂട്ടി മേയർ, ഈ ഡിവിഷനിൽ നിന്ന് വിജയിച്ചു പോയ ഡെപ്യൂട്ടി മേയറും കൂടെ അങ്ങാണ് ഇത് കോർപ്പറേഷൻ്റെ ചർച്ചയിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ കമ്മിറ്റികൾ നടക്കുമ്പോൾ ഇത് ചർച്ചയിൽ വെക്കേണ്ടത്. ഈ അടിയന്തരമായി ശാശ്വത പരിഹാരമുണ്ടാക്കണം. ഈ ഇരുമ്പ് ഗ്രില്ലുകളെല്ലാം എടുത്തു കളഞ്ഞ് പകരം നമ്മൾ വേറെ സംവിധാനം അവിടെ ഉണ്ടാക്കി ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് അങ്ങാണ് 4-ാം ഡിവിഷൻ്റെ ജനപ്രതിനിധി കൂടിയായ ശ്രീ മധു അവറുകളാണ് ഇത് കോർപ്പറേഷൻ്റെ മേയർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ടത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന് പറഞ്ഞ അങ്ങക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, ഞാൻ ആരെയും വെല്ലുവിളിക്കുമല്ല, ഇത് വലിയൊരു അപകട ഭീഷണിയിലേക്ക് മാറുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.